നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ എന്റെ കുഞ്ഞിനെ നിറഞ്ഞിട്ടുണ്ടാവും. എന്റെ മോന് തൃപ്തിയായിട്ടുണ്ടാവും. എനിക്കറിയാം. എലിച്ചോറ് ഉരുട്ടി വെച്ച് കൈ നനച്ച് കാക്കയെ വിളിക്കുന്ന പോലെ അല്ലല്ലോ ഇത്. അല്ല മനോഹര, സുതിമോനെ സങ്കല്പിച്ച് ഉരുള കൊടുക്കാനാണെങ്കിൽ നീ വല്ലവർക്കും കൊടുക്കുന്നത് എന്തിനാ? സുധിയുടെ സ്ഥാനത്തല്ലേ നമ്മുടെ ശരത്തുമോൻ. ശരത്തുമോന് കൊടുത്താ പോരെ? പിന്നല്ലാതെ. തൽക്കാലം എനിക്ക് സുധിയുടെ സ്ഥാനത്തെ സിദ്ധാർത്ഥ മതി അമ്മേ. നമ്മളൊരു അനാഥ, നമുക്ക് ആര് ഉരുള തരാനാ മുത്തശ്ശി? ഇതടപാട് വേറെയാ. മിഷൻ സദ്യ, പ്രീ പ്ലാൻഡ് ഓപ്പറേഷൻ. പാർവതി, സുതിമോൻ ഒരു ഉരുള കൊടുക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്കും ആകാം. സ്വന്തം മോൻ ഒരു ഉരുള കൊടുക്കുന്നതിൽ നീ ആരെയാ ഭയപ്പെടുന്നേ? ശരത്തുമോൻ ലൈവ് ടെലികാസ്റ്റിന്റെ ആളല്ലേ? മോൻ ഈ നടക്കുന്ന രംഗങ്ങളൊക്കെ മൊബൈൽ ക്യാമറയിൽ പകർത്തി നിത്യക്കുട്ടിക്ക് അയച്ചു കൊടുക്കണേ. അവിടെ തന്ത ഒരു പോങ്ങനും പോഴനും അല്ലെന്ന് അവളൊന്ന് മനസ്സിലാക്കട്ടെ. എടി, നിനക്ക് വാരിക്കൊടുക്കാൻ തോന്നുന്നുണ്ടോ? എനിക്കെന്തിനാ സദ്യ? കർക്കിടകവാവിനും എനിക്കിനൊരു ഉരുള, അതുപോലെ എനിക്ക്. മോനെ, അപ്പൊ നീ പറയുന്നത് ആശുപത്രി തുറന്നേക്കുമെന്നാണോ? സാധ്യതയുണ്ട് മമ്മ. കാരണം അക്ഷര ഹോസ്പിറ്റൽ എന്നത് ഒരു പ്രൈവറ്റ് ഫിനാൻസോ ചിട്ടിക്കമ്പനിയോ അല്ല, ആതുരാലയാണ്. പ്രൈവറ്റ് ആശുപത്രിയാണെങ്കിലും പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനം. അവയവമാറ്റ ശസ്ത്രക്രിയ പോലും നടത്തുന്ന കേരളത്തിലെ എണ്ണപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്ന്. അത്തരമൊരു സ്ഥാപനം ഒരു വ്യക്തി ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറ്റകൃത്യത്തിന്റെ പേരിൽ ആയുഷ്കാലം അടച്ചിട്ടാൽ അത് പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാ നിഷേധമാവും. മമ്മ, ഇത് പറയുന്നത് ഞാനല്ല, പൊതു താല്പര്യ ഹർജിക്കാരാ. പൊതു താല്പര്യ ഹർജിക്കാരോ? അതാരാ? അക്ഷര ഹോസ്പിറ്റലിലെ ഒരു വിഭാഗം ജീവനക്കാരും ഡോക്ടർ നിരഞ്ജന്റെ ആരാധകരായ നാട്ടുകാരും രോഗികളും ചേർന്ന വലിയൊരു സംഘം. അവരാണ് എത്രയും വേഗം ആശുപത്രി തുറക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ പൊതുതാൽപര്യ ഹർജിയുമായി സമീപിച്ചിരിക്കുന്നത്.
പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻഡിക്കേഷൻ. ചേടാ, ഇവനൊക്കെ ഇത് എന്തിന്റെ കേടാ? ആ ആശുപത്രി എങ്ങാനും തുറന്ന കർത്താവേ, അപ്പന്റെ മോളുടെ നെകളിപ്പ് പിന്നെയും കാണേണ്ടി വരൂലോ. അതുണ്ടാവാൻ പാടില്ല മമ്മ. ആശുപത്രി തുറന്നാൽ അതിന്റെ പേരിൽ നെകളിക്കേണ്ടതും ആശുപത്രി അടിച്ചമർത്തി ഭരിക്കേണ്ടതും ആശുപത്രിയുടെ നടുത്തളത്തിൽ കാലിന്മേൽ കാൽ വെച്ചിരിക്കേണ്ടതും മമ്മയാ. ഓ, നടന്നത് തന്നെ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ ഞൊണ്ടിക്കാലന് ഒരു വലിയ ഭയമൊന്നും തട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യമായും എനിക്ക് തോന്നുന്നത് അയാൾ ഭയം അഭിനയിച്ച് നമുക്കെതിരെ ഒരു അവസരം കാത്തിരിക്കുകയെന്ന്. പണ്ടൊരിക്കൽ അക്ഷരയുടെ കൂടെ ഞാനും കൂടി ആശുപത്രിയിൽ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ എന്തായിരുന്നു അയാളുടെ മറുപടി? എന്റെ മുഖത്തടിക്കുന്നത് പോലെയായിരുന്നു അയാളുടെ പരിഹാസം. ഇത്തവണ അയാൾ പരിഹസിക്കലും മമ്മ. പഞ്ചപുച്ചടക്കി മാറി നിൽക്കും. എങ്ങനെയാ മോനെ? വഴിയുണ്ട് മമ്മ. എന്തു വഴി? പറയടാ. എനിക്ക് ആവേശം കൊണ്ട് കുളിര് കോരുന്നു. അക്ഷര ഇരുന്ന കസേരയിരുന്നു. ഓ, എനിക്ക് മമ്മ, അക്ഷര ഇരുന്ന കസേരയിലല്ല, മമ്മയുടെ ആങ്ങളിരുന്ന കസേരയിൽ. ഡോക്ടർ ജയശങ്കർ ഇരുന്ന സിംഹാസനത്തിൽ മമ്മയ്ക്കിരിക്കാം. ജയശങ്കർ ഒപ്പിടുന്ന ഒരൊറ്റ കടലാസ് മതി. എന്ത് കടലാസാ മോനെ? എന്റെ മമ്മ പവർ ഓഫ് അറ്റോണി. ആന്റണിയോ? ആന്റണി അല്ല മമ്മ, അറ്റോണി. അറ്റോണി, പവർ ഓഫ് അറ്റോണി. മുക്തിയാർ എന്ന് പറയും. വിശദീകരിച്ച് പറഞ്ഞാൽ ഒരാളുടെ സ്വത്തും അധികാരങ്ങളും അയാളുടെ സ്ഥാനത്ത് നിന്ന് കൈകാര്യം ചെയ്യാൻ നിയമപരമായി ലഭിക്കുന്ന അധികാരം. മോനെ, അതെന്താടാ? ആരോഗ്യപരമായ കാരണങ്ങളാൽ ഡോക്ടർ ജയശങ്കറിന് അധികാരത്തിന്റെ ചെങ്കോൽ ഒരേ ഒരു സഹോദരിയായ കാഞ്ചനയ്ക്ക് നൽകി മാറി നിൽക്കാം. സംഗതി കൊള്ളാലോടാ മോനെ. പവർ ഓഫ് എന്റെ മമ്മ അറ്റോണി, പവർ ഓഫ് അറ്റോണി. അതെന്ത് കുന്തെങ്കിലും ആവട്ടെ. അയ്യോ, അത് കിട്ടിയിട്ട് വേണം എനിക്ക് ആശുപത്രി ഒന്നും അടക്കി ഭരിക്കാൻ. എല്ലാ സ്റ്റാഫിനെ എടുത്തിട്ട് ഇങ്ങനെ അമ്മാനാടണം. 5-8 രോഗിയെങ്കിലും എനിക്ക് കുത്തി വെച്ച് കൊല്ലണം. എന്നിട്ട് അകത്ത് പോയി കിടക്കാനാണോ മമ്മ? അല്ല, ആവേശം കൊണ്ട് പറഞ്ഞു പോയത് എന്റെ പൊന്നുമോനെ. എന്റെ മമ്മ ആവേശം കുറയ്ക്കേ. കൂൾ കൂൾ കൂൾ. ഈ പവർ ഓഫ് അറ്റോണി എന്ത് പ്രഷർ ചെലുത്തിയും എഴുതി വാങ്ങിച്ചെടുക്കാൻ മമ്മ ശ്രമിക്കേ. ശ്രമിച്ചാ പോരാ, നടത്തിയെടുക്കണം. മറ്റു ഡീലുകളുടെ കാര്യത്തിൽ ഞാൻ ജയശങ്കറിനെ ഫോളോ ചെയ്തോളാം. അത് ഞാൻ ഏറ്റുമോനെ. എന്റെ പവർ ആന്റണി. അയ്യോ, എത്രയായി? 250. ഓ, വച്ചോ. 500. താങ്ക് യു മാഡം. ആ, മാഡം എന്നൊക്കെ വിളിച്ചതല്ലേ, വച്ചോളൂ. ശരി. ആ, ഈ ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി വെക്കണം. ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്നെ നോക്കി സല്യൂട്ട് അടിക്കണം. ആങ്ങളെ നിന്നാ അവിടെ എന്ത് രസായിരിക്കും. അറ്റൻഷൻ, സ്റ്റാൻഡ്. എനിക്ക് വയ്യ. ഇവൾക്കെന്താ മുഴുവട്ടായോ? ആ, എന്ത് വേണം? അങ്കിൾ, ഹൗ ആർ യു? നീ വിളിച്ച കാര്യം എന്താണെന്ന് പറ. മമ്മ അങ്ങ് വന്നോ? നിന്നെ കാണാൻ വന്ന നിന്റെ മമ്മ എവിടെ പോയെന്ന് നീ അവരെ വിളിച്ച് അന്വേഷിക്കണം. വന്നോന്നൊക്കെ എനിക്കറിയാം. എങ്കിലും അങ്കിളിന് അറിയാമോ ഞങ്ങളുടെ മീറ്റിംഗ് എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ, എനിക്ക് വേറെ ജോലിയുണ്ട്. എനിക്ക് അതിനേക്കാൾ വലിയ തിരക്കുണ്ടെങ്കിലേ. പ്രായം ചെല്ലുന്നതനുസരിച്ച് കൂടെ കൂടുന്ന കമ്പാനിയനാണ് മറവി രോഗം. അങ്കിളിന് അത് ബാധിച്ചിട്ടുണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ അങ്കിള് മനഃപൂർവ്വം പലതും മറക്കുന്നു. വിശാല, നീ കാര്യം പറയേ. വീണ്ടും മറവി. അന്ന് രാത്രി പൊന്നുമോളെ പോലീസ് സ്റ്റേഷനിൽ കണ്ട് അങ്കിള് മടങ്ങുന്ന വഴിക്ക് നട്ടപ്പാതിരയ്ക്ക് നടുറോഡിൽ വെച്ച് നമ്മളൊരു ഡീല് സംസാരിച്ചിരുന്നു. നീ പറഞ്ഞ ഡീലിനെ കുറിച്ച് ആലോചിക്കാൻ തന്നെ എനിക്ക് കാലങ്ങൾ വേണ്ടിവരും. പിന്നെയല്ലേ തീരുമാനം. ആ നമ്പർ കൈയോട് ഉപേക്ഷിച്ച് കൈ കഴുകങ്കിളെ.
എന്നെങ്കിലും ഒരിക്കൽ അലക്കുകാരൻ അയാളുടെ ഭാര്യയെ തനിക്ക് കെട്ടിച്ചേരുമെന്ന് വിശ്വസിച്ച് ആ വാഗ്ദാനത്തിൽ മയങ്ങി ഏകാദശി വ്രതം നോറ്റ് ആയുഷ്കാലം വിഴുപ്പ് ചുമക്കുന്ന ഒരു കഴുതയുടെ കഥ പഞ്ചതന്ത്രത്തിലുണ്ട്. ആ കഴുതയല്ല വിശാൽ, അശ്വമേധത്തിനിറങ്ങിയ കുതിരയാണ് വിശാൽ. അക്ഷരം വീടിന്റെ നടുത്തളത്തിലും അങ്കിളിന്റെ ഹൃദയമിടിപ്പുകൾക്ക് മീതെയാവും അതിന്റെ കുളമ്പടി. കൂടുതൽ ആലോചനയൊന്നും വേണ്ടെങ്കിലേ ഒരു മറുപടി, ഒരൊറ്റ മറുപടി, അതെത്രയും വേഗം വേണം. ബാക്കി എന്റെ മമ്മ പറയും.